അമാവാസ്യത്തിന് ഭാരതഖണ്ഡേ പല്ലി വരാണ്ട് പല്ലി ചാവല്ല, പല്ലി വരാണ്ട് കാരണം വരുന്നുണ്ട്. ഒരു കലക്കല് ഒരു കളിക്കല് കംപ്ലീറ്റ് പല്ലി. കൂട്ടുകാരെ, ഇവിടെ ഞാനിപ്പോൾ പോകുന്നതേ തിരുവില്ലാമല അയ്യർമഠത്തേക്കാണ്. ഇന്നിപ്പോൾ കർക്കിടക വാവുബലിയാണ്. ഇന്നത്തെ ദിവസം അവിടെ എങ്ങനെ തിരക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തേക്ക് എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ മുമ്പ് തന്നെ നമ്മൾ 2 സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഈ തിരക്കറിയാം, ഇന്നത്തെ തിരക്കിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, കർക്കിടക വാവ് ബലിയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവായിട്ട് ആചരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ ദിനം പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതേപോലെ നമ്മളാക്കി മാറ്റി ഈ മണ്ണിൽ നിന്നും മറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്തെടുക്കാനും അതേപോലെ മനസ്സിനെ അവർക്ക് മാത്രമായിട്ട് സമർപ്പിക്കാനുമുള്ള ഒരു ദിനം കൂടിയാണ് കേട്ടോ അത്. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറില്ല, ശ്രമിക്കാറില്ല. നഷ്ടപ്പെടുമ്പോൾ പിന്നീട് നമുക്കൊരു ദുഃഖം ഉണ്ടാവും. അപ്പോൾ അതിനൊരു പ്രായച്ചിത്തമാണ് ഈ കർമ്മം. പിതൃതർപ്പണം എന്ന് പറഞ്ഞ കർമ്മം അതിനൊരു പ്രായച്ചിത്തം മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, നഷ്ടപ്പെട്ടതിന് ശേഷം പ്രിയപ്പെട്ടവർക്കായിട്ട് മാറ്റിവെക്കുന്ന സമയത്തേക്കാൾ എത്രയോ വിലയേറിയതാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്കായിട്ട് ചെലവഴിക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. ഞാനങ്ങനെ എൻ്റെ വണ്ടി അവിടെ നിർത്തി അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങോട്ട്. നമ്മൾ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്താറായി. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ DYFIക്കാർ ചുക്കാപ്പി വിതരണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ VS അച്യുതാനന്ദൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മിനിഞ്ഞാന്ന് അന്തരിച്ചു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആദരം അർപ്പിച്ച് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കിടക്കുകയാണ്. റോഡ് മൊത്തം ബ്ലോക്കാണ് കേട്ടോ. ഇത്രയും വാഹനങ്ങളോട് വന്നിട്ടുണ്ട്, അതേപോലെ ആൾക്കാരും വന്നിട്ടുണ്ട്. നമ്മുടെ പോലീസുകാർക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. കണ്ടില്ലേ ട്രാഫിക് ശരിയാക്കുന്നത്. ഇനി അപ്പുറത്തേക്ക് കിടക്കണം, അതാ കാണുന്ന കവാടല്ലേ, അത് കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് കിടക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല കേട്ടോ. വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇവിടേക്ക് വരുന്നത്, അതേപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ധാരാളം വണ്ടികളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും നിറയെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വണ്ടികൾ നിൽക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കാൻ തീരുമാനിച്ചു. ഇതാ നോക്കിയേ, അങ്ങനെ ഒടുവിൽ അങ്ങോട്ട് കടന്ന് കിട്ടിയിട്ടോ. എല്ലാവരുടെ കയ്യിലും കുടയുണ്ട്, പിന്നെ കോട്ടുമുണ്ട്. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കവാടത്തിൽ കേട്ടോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്നത് ഈ അമ്പലത്തിലൂടെ അല്ല കേട്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്തെ വഴി കൂടെ വേണം പോകാൻ. അവിടെയാണ് ദഹിപ്പിക്കുന്നത്. ഈ അമ്പലത്തിൽ പൂജാകർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. നല്ല മഴ പെയ്യുന്നില്ലെങ്കിലും ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞവർ ഇവിടുന്ന് പോകുന്നുണ്ട്, അതേപോലെ വരുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുന്നത് 5 മണിക്ക് ഇവിടെ തുടങ്ങും കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഇന്ന് പ്രത്യേക ദിവസമായതുകൊണ്ട് 3:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം 3:30 തൊട്ടുള്ള ആൾക്കാർ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന പോലെ അങ്ങോട്ടും ആൾക്കാർ അതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ബലികർമ്മത്തിന് ഷീട്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റെസീറ്റൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, എന്തോ ഈ ഭാഗത്ത് നിറയെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. എന്താണോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നോക്കാം. ഒരു ചിരട്ട മാത്രമല്ല, പെരിച്ചാഴി തൊരപ്പ മണ്ണ് വരുന്നു. ഇത് ആളുടെ ഭാഷ കേട്ടിട്ട് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ളതുണ്ടോ ഒട്ടോളി എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ പെരിച്ചാഴി തുരപ്പൻ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ തുരത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ധാരാളം ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നുണ്ട്. പല്ലി ചാവല്ല, പല്ലി വരാണ്ട് കാരണം വരുന്നുണ്ട്. ഒരു കലക്കല് ഒരു കളിക്കല് കംപ്ലീറ്റ് സോപ്പിട്ട് കഴിക്കണം. ആ പെരിച്ചാഴി വേണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാത്രത്തിലോ ചിരട്ടിലോ വെച്ചാൽ മതി. അത് വന്ന് കടിക്കുന്നു, തലകുത്തി മറിയും. അപ്പൊ ഇവിടെയും ഷീട്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഓരോ ഭാഗത്ത് അവര് ഷീട്ടാക്കുന്ന സ്ഥലം വെച്ചിട്ടുണ്ട്. ഇവിടെ തേക്കച്ചവടം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം മഴക്കാലമായതുകൊണ്ടാണ്. ഇവിടെ തേയ് മാത്രമല്ല കേട്ടോ, അതിന്റെ കൂടെ അതിന്റെ കായും കൂടി വെച്ചിട്ട് നോക്കി ഏത് തരമുള്ള ചെടിക്ക് ഏത് തരമുള്ള വഴുതനങ്ങയാണ്, അതേപോലെ പച്ചമുളക്, അതേപോലെ മുന്തിരി, ചെണ്ടുമല്ലി. അപ്പൊ ഏത് തരത്തിലുള്ള സാധനം ഉണ്ടാവണമെന്നും കൂടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല കച്ചവട തന്ത്രമാണ്, അത് അടിപൊളി. മഴക്കാലമായതുകൊണ്ടേ കുടകളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയും ബലിതർപ്പണ രസീതി കൗണ്ടർ ഉണ്ട്. അത് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെയാണ് രസീതി കൗണ്ടറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
ഇവിടെ വരുന്നവരൊക്കെ നിറയെ രസീത് കൗണ്ടറുള്ള സ്ഥിതിക്ക് ആദ്യം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. തോർത്ത് വിൽക്കുന്ന ഒരു ചേട്ടൻ, ഹായ്. മോതിരം വെക്കുന്ന നോർത്ത് ഇന്ത്യക്കാരൻ, ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ. ഉടുക്കുപാട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു പേര് ഇവിടെ ഇരുന്ന് ഉടുക്ക് കൊട്ടിപ്പാടുന്നുണ്ട്. പ്രായമായവരാണ് കേട്ടോ കൊട്ടുന്നത്. അവർക്ക് കുറച്ച് ദക്ഷിണയൊക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ഇന്നൊരു വരുമാന മാർഗം കൂടിയാണ്. അമ്പലത്തിന്റെ കവാടത്തിന്റെ മുന്നിലേക്ക് എത്തി. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇതിന് മുന്നിൽ ആംബുലൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ഫയർഫോഴ്സിന്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ സാധാരണ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാറ്. ഇവിടേക്ക് വണ്ടികൾ കയറ്റി വിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആവും. അതുകൊണ്ടായിരിക്കും ഈ ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങളെ കയറ്റി വിടാതിരുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കവാടം. ഇപ്പോൾ ഇവിടെ മുല്ലപ്പൂ വിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ. ഓക്കെ, മുല്ലപ്പൂ ഒക്കെ തകൃതിയായിട്ട് വിൽക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ചേട്ടൻ എന്താ ലേസ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിന്റെ. ധാരാളം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയും കാണുന്നുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കയറി ചെന്ന കവാടത്തിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു വഴിയിലൂടെ നമുക്കിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓഫീസ് കാണാം കേട്ടോ. അമ്പലത്തിൻ്റെ ആദ്യം ഓഫീസാണ്. അപ്പോൾ ഈ ഓഫീസിൽ നിന്നാണ് മുമ്പ് നമ്മൾ റെസീറ്റൊക്കെ എടുക്കുക. ഇതാണ് ഓഫീസ്. ഇത് പുറത്തൊക്കെ കൗണ്ടറുള്ള കാരണം ഇവിടെ അധികം തിരക്കില്ല. ഇവിടെ ബലിതർപ്പണം മാത്രമല്ല, തിലഹോമം, അന്നദാനം, പൂജാകർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓഫീസിനോട് ചേർന്നൊരു ചെറിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. മീനുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഓം നമോ, ഈ ഒരു ഗേറ്റില്ലേ, ഓം നമോ ഭഗവതി വാസുദേവായ നേടിയ ഗേറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അമ്പലം. അതിൻ്റെ തൊട്ടതായി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തേക്ക് കയറാം. അതിൻ്റെ തൊട്ട് താഴെ ശ്രീകൃഷ്ണൻ സർപ്പത്തിൻ്റെ മേലെ ചവിട്ടി നിൽക്കുന്ന ഒരു ചെറിയൊരു പ്രതിമ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അവിടുന്ന് സൈഡിൽ കൂടെ ഇറങ്ങി വേണം പോകാൻ. നമ്മൾ ഇതുവഴിയാണ് കേട്ടോ പുഴയിലേക്ക് പോവുക. നമ്മൾ അമ്പലത്തേക്ക് കയറുകയാണെങ്കിൽ ചെരുപ്പൊക്കെ കൂടെ ഊരിയിട്ട് കയറണം. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് കയറുന്നില്ല, സൈഡിൽ കൂടെ പോവുകയാണ്. പുഴയോരത്താണല്ലോ ബലിതർപ്പണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുവഴി വേണം പോകാൻ കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞു. ഇനി പുഴയിലേക്കാണ്, പുഴയോരത്തേക്കാണ്. അപ്പൊ അവിടെയാണ് ബലിതർപ്പണം നടക്കുന്നത്. ഇതിങ്ങനെ വഴിയുണ്ട് കേട്ടോ. ചെറിയൊരു ടൈലൊക്കെ ഇട്ട വഴിയാണ്. ഇവിടെ ഒരു ചെറിയൊരു നാഗക്ഷേത്രമുണ്ട്. ഇവിടെ സേവാഭാരതിയുടെ ചുക്ക് കാപ്പി വിതരണം നടക്കുന്നുണ്ട് സൗജന്യമായിട്ട്. അതേപോലെ ഇത് കാണുന്നില്ല നടപ്പന്തല്. ആ നടപ്പന്തലിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. വരുന്ന ആൾക്കാരെ, കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. ഇത് പുലർച്ചെ 3:30 തുടങ്ങണമല്ലേ. ഇവിടെ രണ്ട് സൈഡും സ്വകാര്യ വ്യക്തിയുടെ തോട്ടാണ് കേട്ടോ. നോക്കിയേ, തെങ്ങിൻ തോപ്പുണ്ട്, അതേ വാഴത്തോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു നടപ്പന്തൽ. ഇവിടെയൊക്കെ ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബലിതർപ്പണത്തിനായിട്ട് ഇരിക്കുന്നവർ ഇവിടെയാണ് ചെരുപ്പ് ഊരി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ബലിതർപ്പണം നടക്കുന്ന സ്ഥലം ഭാരതപ്പുഴയുടെ തീരത്തെത്തിയിട്ടോ. ഇവിടെ ബലിതർപ്പണം നടക്കുന്നുണ്ട്. ഒരാൾ മൈക്കയിൽ ഒരാൾ അനൗൺസ് ചെയ്യാണ്. അതിനനുസരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്.
ഒരു ഭാരതഖണ്ഡേ നിളാതീരെ ഇടം പിണ്ടം മയാദത്തം അക്ഷയ ഉപതിഷ്ഠതു സ്വധ. പുല്ലിലേക്ക് വെക്കുക, പുല്ലിലേക്ക് വെക്കുക. വീണ്ടും കുറച്ചുകൂടെ വാരി കയ്യിലെടുക്കുക, കുറച്ചുകൂടെ വാരി കയ്യിലെടുത്ത് ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുക. അമാവാസ്യദിനെ ഭാരതഖണ്ഡേ നിളാതീരെ ഇതം അമൃതപിണ്ഡം സമർപ്പയാമി. അതിന് മുകളിലേക്ക് തന്നെ വെക്കുക. ഇനി ബാക്കിയുള്ളത് വാരി എടുക്കുക, ബാക്കിയുള്ളത് മുഴുവൻ വാരി കയ്യിലെടുക്കുക. ഇവിടെ കയറ് കെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബലിതർപ്പണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അടുത്തത് ഇവരെ വിളിക്കും. അപ്പം അങ്ങനെ ക്യൂ ആണ്. അപ്പോൾ നിറയെ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ചൊരു സ്ഥലത്തിൽ ആൾക്കാരെ കൊള്ളില്ല. ബലിതർപ്പണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് മുങ്ങാൻ വരുന്നത് ഈ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫയർഫോഴ്സിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ സുരക്ഷയ്ക്കായിട്ട്. കഴിഞ്ഞ വർഷത്തെ ബലിതർപ്പണ സമയത്ത് ഒരാൾ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഫയർഫോഴ്സാണ് നീന്തി രക്ഷപ്പെടുത്തിയത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്ര ഒഴുക്കില്ല എന്നാണ് ഫയർഫോഴ്സുകാർ തന്നെ നമ്മളോട് പറഞ്ഞത്. ഈ സമയത്തെ ബലിതർപ്പണത്തിനെ ഈ ഭാഗത്ത് മുങ്ങാൻ പറ്റുള്ളൂ. കാരണം വെള്ളമുണ്ട്, മഴക്കാലമായതുകൊണ്ട്. ഈ സാധാരണ സമയങ്ങളിൽ ബലിതർപ്പണം നടത്തിയിട്ട് മുങ്ങുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ ആ ഭാഗത്താണ് വെള്ളം ഉണ്ടാവുള്ളൂ. അതിന് തൊട്ട് ബാക്കിൽ കാണില്ലേ, ആ പാലമുള്ളത് ലക്കിടി പാലാണ്. ഇവിടെ നോക്കിയേ, മൊത്തം ക്യൂ ആണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഓരോ സെക്ഷനായിട്ട് നടത്തിയിട്ട് ഇത്ര തിരക്ക്. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുറയും. അപ്പോൾ ഈ ഭാഗത്ത് മുങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ മുങ്ങുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ മുങ്ങുന്നത് ഈ ഭാഗങ്ങളിലാണ് കേട്ടോ, തൊട്ടിപ്പുറത്ത്. അപ്പോൾ അവിടേക്ക് പോവാം. ഇവിടേക്ക് ക്യൂ ആണ് കേട്ടോ, ഇങ്ങോട്ട് വരെ എത്തിയിട്ടുണ്ട്. ഇതിലൂടെ മുൻപ് വന്നിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഈ ഭാഗത്ത് എങ്ങനെ മഴക്കാലത്ത് എങ്ങനെ വേനൽക്കാലത്ത് എങ്ങനെ മുങ്ങണം എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ വരാത്തവർക്കും ഈ സ്ഥലം കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ. ഇവിടെ എങ്ങനെ നടക്കാന്നുള്ള കാര്യങ്ങളാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇവിടെ വെള്ളമില്ലാത്ത സമയത്തേ ആ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ മുങ്ങാറ്. നമ്മൾ മഴക്കാലം അല്ലാത്ത ദിവസങ്ങളിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. വെള്ളം കുറവായ ദിവസങ്ങളിൽ നമ്മൾ ആ സെൻറ്റർ ഭാഗത്താണ് വെള്ളം ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്ത് പോയിട്ടാണ് കേട്ടോ മുങ്ങാറ്.